മക്കളെ നമസ്കാരം. നമ്മൾ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ലോക്കൽ മാക്സിമത്തെക്കുറിച്ചും ലോക്കൽ മിനിമത്തെക്കുറിച്ചും അബ്സലൂട്ട് മാക്സിമം അതുപോലെ അബ്സലൂട്ട് മിനിമം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ ഗ്യാപ്പില്ല എന്നുള്ള ഒരു ജോമെട്രി മനസ്സിൽ ഓർക്കുക ഇത് ആലോചിക്കുമ്പോൾ. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ ഒരു പോയിൻറ്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഇമേജും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതായത് ഒരു തുടർച്ച ഉണ്ടാവും. സി എന്ന പോയിന്റിലാണ് കണ്ടിന്യൂസ് എങ്കിൽ അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒരു തുടർച്ച ഉണ്ടാവും, അല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി ഒരു ഫംഗ്ഷൻ ഒരു ഡൊമൈനിൽ കണ്ടിന്യൂസ്, എ ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് ഓൺ എ ഡൊമൈൻ മീൻസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഓഫ് ദാറ്റ് ഡൊമൈൻ. ആ ഡൊമൈനിലുള്ള മുഴുവൻ പോയിൻറ്റ്സിലും കണ്ടിന്യൂസ് ആവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഈ എക്സാമ്പിൾ നോക്കിയാൽ ഒരു പരാബോളയാണ് -2 എന്ന് പറയുന്നിടത്ത് ഇതിന് ഗ്യാപ്പില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് -2ൽ നിന്നും എൻഡ് ചെയ്യുന്നത് 2ലും. അപ്പോൾ അവിടുത്തെ ഇമേജ് കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇതിനകത്ത് 0 എന്ന ഇമേജാണ് ഏറ്റവും ചെറിയ ഇമേജ്, ഏറ്റവും വലിയ ഇമേജ് 4 ആയിരിക്കും. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഈ ഡൊമൈനിലെ ഏറ്റവും കൂടിയ വില 4ഉം കുറഞ്ഞ വില 0യുമാണ്. 0 അറ്റൈൻസ് അറ്റ് 0യിൽ തന്നെയാണ് 0 കിട്ടുന്നത്. ഇനി 2 എന്ന പോയിന്റിലും -2 എന്ന പോയിന്റിലും അതിൻ്റെ കൂടിയ വിലയും കിട്ടുന്നു. അപ്പോൾ ഈ കൂടിയ വിലയെ അബ്സലൂട്ട് മാക്സിമം എന്നും കുറഞ്ഞതിനെ അബ്സലൂട്ട് മിനിമം എന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ മാക്സിമം മിനിമം ഒക്കെ എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലും ഡിഫറൻഷ്യബിലിറ്റിയും കൂടി ഉണ്ടെന്ന് കരുതുക. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസുമാണ്, ആ ഡൊമൈനിലെ എൻ പോയിൻറ്റ്സിൽ ഒഴികെ ബാക്കിയൊക്കെ ഡിഫറൻഷ്യബിലിറ്റിയും ഉണ്ടെങ്കിൽ അതിൻ്റെ അബ്സലൂട്ട് മാക്സിമവും മിനിമം ഒക്കെ എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് എൻ പോയിൻറ്റുകളിലോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിൻറ്റുകളിലോ ആണ്. ഒരു പോയിൻ്റ് ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് പറയണമെങ്കിൽ അതിലെ ഡെറിവേറ്റീവ്, ആ പോയിൻറ്റിലെ ഡെറിവേറ്റീവ് 0 ആവുകയോ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഇല്ലാതിരിക്കുകയോ ചെയ്യാം. ഓക്കെ, അതായത് f(x) = x² എന്ന ഫംഗ്ഷനിൽ 0 എന്ന പോയിൻ്റ് ഒരു ക്രിട്ടിക്കൽ പോയിൻ്റാണ്. കാരണം f'(x) = 0 കൊടുത്താൽ 2x = 0 വരും. അപ്പോൾ x = 0 ഈസ് എ ക്രിട്ടിക്കൽ പോയിൻ്റ് ആയിരിക്കും. ആ പോയിൻ്റിലാണ് ഇവിടെ അബ്സലൂട്ട് മിനിമം ഉണ്ടാവുന്നത്. അബ്സലൂട്ട് മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്ന ഇവിടെ എൻ പോയിൻറ്റ്സിലും കൂടി ഓർക്കുക. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നു, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. എൻ്റെ അബ്സലൂട്ട് മാക്സിമം മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയ വിലയെ മാക്സിമം എന്നും കുറഞ്ഞ വിലയെ മിനിമം എന്നാണ് നമ്മൾ വിളിക്കുക. അത് എക്സിസ്റ്റ് ചെയ്യുന്ന പോയിൻറ്റുകളെ കറസ്പോണ്ടിങ് അബ്സലൂട്ട് മിനിമം പോയിൻ്റ് എന്നും അബ്സലൂട്ട് മാക്സിമം പോയിൻ്റ് എന്ന് പറയും. സോ ലുക്ക് അറ്റ് ദ ഡെഫിനിഷൻ. ഇഫ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ക്ലോസ് ടു a b into R is continuous on that domain, then the absolute minimum and maximum is defined as follows. That means corresponding to 2 points x1 and x2 in closed interval AB, we have f(x1) = m and f(x2) = capital M, and they satisfies the condition that all the images lies between this small m and capital M. അപ്പോൾ സ്മോൾ എമ്മിനും ക്യാപിറ്റൽ എമ്മിനും ഇടയിലാണ് ബാക്കിയെല്ലാ ഇമേജുകൾ സ്ഥിതി ചെയ്യുന്നത്. ക്യാപിറ്റൽ എമ്മിൻ്റെ പ്രീ ഇമേജ് x2ഉം സ്മോൾ എമ്മിൻ്റെ പ്രീ ഇമേജ് x1ഉമാണ്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എം അബ്സലൂട്ട് മാക്സിമം വാല്യൂ, സ്മോൾ എം അബ്സലൂട്ട് മിനിമം വാല്യൂ, എക്സിസ്റ്റ് ചെയ്യുന്ന പോയിൻറ്റ് x2 ആൻഡ് x1 റെസ്പെക്റ്റീവ്ലി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി പക്ഷേ ഇതേ ഫംഗ്ഷൻ്റെ ഞാൻ f(x) = x² ഓൺ R ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പരാബോള മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ മിനിമം വാല്യൂ 0 ഉണ്ടാവും, പക്ഷേ മാക്സിമം വാല്യൂ നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഫംഗ്ഷന് അബ്സല്യൂട്ട് മിനിമം ഉണ്ട്, പക്ഷേ എന്തില്ല, അബ്സലൂട്ട് മാക്സിമം ഇല്ല. എക്സാമ്പിൾ 2ൽ കാണുന്ന ഫംഗ്ഷന്. ഓക്കെ, അപ്പോൾ മിനിമം അബ്സലൂട്ട് മിനിമം എക്സിസ്റ്റ് ചെയ്യുന്ന പോയിൻറ്റ് 0 എന്ന പോയിൻ്റാണ്. അത് ക്രിട്ടിക്കൽ പോയിൻറ്റിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി f(x) = -x² എടുക്കുകയാണെങ്കിൽ ഗ്രാഫ് തിരിച്ചാണ്, ഇത് താഴത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും കൂടിയ വില 0യാണ്. അപ്പോൾ അബ്സലൂട്ട് മാക്സിമം എക്സിസ്റ്റ് അറ്റ് എ ക്രിട്ടിക്കൽ പോയിൻറ്റ് x = 0, ബട്ട് ഇറ്റ് ഹാസ് നോ മിനിമം ഉണ്ടാവില്ല. ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത. ഇനി അടുത്തൊരു ഫംഗ്ഷൻ നോക്കാം, f(x) = x+1 വിച്ച് ഇസ് എ കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓൺ ദി ഡൊമൈൻ R. പക്ഷേ ആ ഫംഗ്ഷൻ്റെ ഡൊമൈനിൽ ഉള്ള പോയിൻറ്റ്സിന് അനുബന്ധമായിട്ട് ഇതിൻ്റെ കർവ് മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടേയിരിക്കുന്നു, താഴത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരിക്കലും എന്തില്ല, അബ്സലൂട്ട് മാക്സിമോ മിനിമോ ഇല്ല. ഇനി അടുത്ത ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ്റെ ലോക്കൽ മാക്സിമം പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡൊമൈനിൽ ഒരു പർട്ടിക്കുലർ ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഏറ്റവും കൂടിയ വിലയെ ലോക്കൽ മാക്സിമം എന്നും ഏറ്റവും കുറഞ്ഞ വിലയെ ലോക്കൽ മിനിമം എന്ന് പറയും. ആ ഒരു ഓപ്പൺ ഇൻ്റർവെൽ കിട്ടാൻ നമ്മളിപ്പോൾ സി എന്ന പോയിൻറ്റിലാണ് ലോക്കൽ മാക്സിമം കിട്ടുമെന്ന് പറഞ്ഞാൽ സിയുടെ ലെഫ്റ്റിലും റൈറ്റിലേക്കും ആയിട്ട് ഒരു സ്മോൾ ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുക. ഇനിയാണ് ഓപ്പൺ ഇൻ്റർവെൽ c-δ c+δ എന്ന് പറയുന്നത്. ആ ഇൻ്റർവെല്ലിലുള്ള മറ്റെല്ലാ ഇമേജിനേക്കാളും വലിയ ഇമേജാണ് f(c) എങ്കിൽ f(c)യെ നമുക്ക് അബ്സലൂട്ട് മാക്സിമം എന്നും, അതുപോലെ തിരിച്ചാണ് വരുന്നതെങ്കിൽ അതിനെ അബ്സലൂട്ട് മിനിമം എന്നാണ് വിളിക്കുക. ഇപ്പോൾ ഈ ഗ്രാഫ് നോക്കാം, sin x ഗ്രാഫ് നോക്കിയാൽ
-π മുതൽ π വരെ അബ്സലൂട്ട് മാക്സിമം കിട്ടുന്നത് π/2ലും അബ്സലൂട്ട് മിനിമം കിട്ടുന്നത് -π/2ലാണ്. ഒന്ന് 1ഉം ഒന്ന് -1ഉം ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോക്കൽ മാക്സിമവും ലോക്കൽ മിനിമം ഒക്കെ കിട്ടുന്ന കുറേ പോയിൻറ്റ്സും ഉണ്ടാവും, അബ്സലൂട്ട് മാക്സിമം ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ഈ അബ്സലൂട്ട് മാക്സിമവും അബ്സലൂട്ട് മിനിമം കിട്ടുന്ന പോയിൻറ്റുകളിൽ ക്രിട്ടിക്കൽ പോയിൻറ്റുകളാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ടാൻജൻറ്റ് എക്സ് ആക്സിസിന് പാരലായിരിക്കും. അപ്പോൾ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ഒരു ടാൻജൻറ്റ് വരുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ എന്തുണ്ടാവും, അബ്സലൂട്ട് മാക്സിമമോ മിനിമം ഉണ്ടാവും. അപ്പോൾ ഇവിടെ C1 എന്ന പോയിൻറ്റ്, C2 എന്ന പോയിൻറ്റ്, C3, C4, C5 ഇതൊക്കെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് അബ്സലൂട്ട് മാക്സിമോ ലോക്കൽ മാക്സിമോ അല്ലെങ്കിൽ ലോക്കൽ മിനിമോ അബ്സലൂട്ട് ലോക്കൽ മാക്സിമോ ഒക്കെയാണ് കിട്ടുന്നത്. നോക്കാം, ഇതിലെ എൻ പോയിൻറ്റുകളിൽ ലോക്കൽ മാക്സിമം ഇവിടെ എയിൽ കിട്ടുന്നു, ബിയിൽ ഒരു ലോക്കൽ മിനിമം കിട്ടുന്നു. അതുപോലെ C1 എന്ന പോയിൻറ്റിൽ ലോക്കൽ മിനിമം ആണ്, കാരണം അതിൻ്റെ ടാൻജൻറ്റ് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. C2 ആണ് ഏറ്റവും കൂടിയ വില കിട്ടുന്നത്, അതുകൊണ്ടാണ് അബ്സലൂട്ട് മാക്സിമം എന്ന് വിളിച്ചത്. C3 എക്സ് ആക്സിസിന് പാരലായ ടാൻജൻറ്റ് ഉണ്ട്, അപ്പോൾ C3 ലോക്കൽ മിനിമം, C4 ലോക്കൽ മാക്സിമം, C5 അബ്സലൂട്ട് മിനിമം ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ലോക്കൽ എക്സ്ട്രീമ. ഒരു ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ലോക്കൽ എക്സ്ട്രീമ കണ്ടുപിടിക്കുക. അതായത് ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് ഡൊമെയിനിൽ, കൂടാതെ അതിലെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഉണ്ടെങ്കിൽ ആ പോയിൻറ്റുകളിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഒന്നുമില്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യില്ല. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഓക്കെ, ഇഫ് എഫ് ഹാസ് എ ലോക്കൽ മാക്സിമം ഓർ എ ലോക്കൽ മിനിമം അറ്റ് ആൻ ഇൻറ്റീരിയർ പോയിൻറ്റ് സി, കാരണം എൻ പോയിൻറ്റിൻ്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്, ഇൻറ്റീരിയർ പോയിൻറ്റ് ഇടയിലുള്ള പോയിൻറ്റ് സി ഓഫ് ഇറ്റ്സ് ഡൊമെയിൻ, ദെൻ ആൻഡ് ഇഫ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ടാവുകയും അത് ലോക്കൽ മാക്സിമവും കൂടി അവിടെ ഉണ്ടാവുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിൻറ്റ് ക്രിട്ടിക്കൽ പോയിൻ്റ് ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് തിയറാണ്, വളരെ എളുപ്പമുള്ള തിയറാണ്. പ്രൂഫിൽ ഞാൻ സപ്പോസ് ചെയ്തു ഗിവൺ ഫംഗ്ഷൻ ലോക്കൽ മാക്സിമം മിനിമം ഉണ്ട് സി എന്ന പോയിൻറ്റിലാണ്, കൂടാതെ അതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സി എന്ന പോയിൻറ്റിൽ ലോക്കൽ മാക്സിമം ഉള്ളതെങ്കിൽ അതിനർത്ഥം സിയുടെ ലെഫ്റ്റിലും റൈറ്റിലുള്ളൊരു സ്മോൾ ഇൻ്റർവൽ C-ഡെൽറ്റ C+ഡെൽറ്റയിൽ ഏറ്റവും വലിയ ഇമേജ് ആയിരിക്കും എഫ് ഓഫ് സി. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ C-ഡെൽറ്റ C+ഡെൽറ്റ. അപ്പോൾ ആ ഇൻ്റർവൽ എഫ് ഓഫ് സി ആണ് ഏറ്റവും വലുത്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സിയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും ഫോർ എവരി എക്സ് ലൈസ് ഇൻ ദി ഇൻ്റർവൽ C-ഡെൽറ്റ C+ഡെൽറ്റ. കൂടാതെ എഫ് ഡാഷ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് റൈറ്റ് ഡെറിവേറ്റീവും ലെഫ്റ്റ് ഡെറിവേറ്റീവും ഈക്വൽ ആയിരിക്കും. റൈറ്റ് ഡെറിവേറ്റീവ് ഡെഫിനേഷൻ പ്രകാരം എഫ് ഡാഷ് ഓഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എഫ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ബൈ എച്ച് ആണ്. എച്ച് എപ്പോഴും ഒരു സ്മോൾ പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ഇവിടെ എഫ് ഓഫ് സി പ്ലസ് എച്ച് പറഞ്ഞാൽ എഫ് ഓഫ് സിയുടെ റൈറ്റിലാണ്. അത് സ്വാഭാവികമായിട്ട് സി ഇൻ്റർവൽ C-ഡെൽറ്റ C+ഡെൽറ്റയിലെ സിയുടെ റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും വലിയ ഇമേജ് എഫ് ഓഫ് സി ആയതുകൊണ്ട് എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. എച്ച് പോസിറ്റീവുമാണ്. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്റർ നെഗറ്റീവ് ഡിനോമിനേറ്റർ പോസിറ്റീവ് ആണെങ്കിൽ ദ റേഷ്യോ ഷുഡ് ബി നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ലിമിറ്റ് കൊടുത്താലും നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് റൈറ്റ് ഡെറിവേറ്റീവ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി ലെഫ്റ്റ് ഡെറിവേറ്റീവിലേക്ക് വരികയാണെങ്കിൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് സി മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ മൈനസ് എച്ച് ആണ്. അപ്പോൾ ഇവിടെയും C-H എന്ന പോയിൻറ്റ് സ്ഥിതി ചെയ്യുന്നത് C-ഡെൽറ്റ C+ഡെൽറ്റ എന്നുള്ള ഇൻ്റർവെല്ലിനുള്ളിലാണ്. അവിടെ എഫ് ഓഫ് സി ആണ് ഏറ്റവും വലുത്. സോ എഫ് ഓഫ് C-H മൈനസ് എഫ് ഓഫ് സിയുടെ വാല്യൂ എന്ത് തന്നെയായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ന്യൂമറേറ്റർ നെഗറ്റീവാണ്, -h നെഗറ്റീവാണ്. ദ റേഷ്യോ മസ്റ്റ് ബി ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0. ദോർഫോർ ലെഫ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0. ബട്ട് ബോത്ത് ആർ ഈക്വൽ മീൻസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആർ ഈക്വൽ മീൻസ് ഇറ്റ്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഈ ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഇൻറ്റീരിയർ പോയിൻ്റാണ് സി, ഡൊമൈൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റാണ് സി. ആ പോയിൻറ്റിനെ ഈ ഫംഗ്ഷൻ്റെ ക്രിട്ടിക്കൽ പോയിൻ്റ് ആണെന്ന് പറയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അതിലെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കുക. ദാറ്റ് മീൻസ് ഐദർ ദ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 ഓർ ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് അറ്റ് സി ഡസ് നോട്ട് എക്സിസ്റ്റ്. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അതിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കാണാം, ഫസ്റ്റ് ഡെറിവേറ്റീവ് ആദ്യം കാണുന്നു, അതിന് ഇക്വേറ്റിംഗ് ടു 0 കൊടുക്കുന്നു, അതിന് വാല്യൂ കിട്ടുകയാണെങ്കിൽ ആ വാല്യൂ ആണ് ക്രിട്ടിക്കൽ പോയിന്റ്. ഓക്കെ, അത് ഡിഫറൻഷ്യബിൾ ആവുന്ന കേസിലാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിളുകൾ എടുത്താൽ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ എടുത്താൽ എക്സ് ഈക്വൽ ടു 0 ഈസ് എ ക്രിട്ടിക്കൽ പോയിന്റ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ത് കിട്ടുന്നു, 2x പ്ലസ് 2 എന്ന് കിട്ടുന്നു. അതിന് ഇക്വേറ്റിംഗ് ടു 0 കൊടുക്കുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു -1. അപ്പോൾ എക്സ് ഈക്വൽ ടു -1 ആണ് അവിടുത്തെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ്. ഇനി അടുത്ത എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ
ആ ഫംഗ്ഷൻ നമുക്കറിയാം 0 എന്ന പോയിന്റിൽ ഷാർപ്പ് എഡ്ജ് വരുന്നതുകൊണ്ട് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ 0 ഇതൊരു ക്രിട്ടിക്കൽ പോയിന്റ് ആയിരിക്കും. മറ്റേത് കേസിലും കർവിൻ്റെ ടാൻജൻ്റ് എക്സ് ആക്സിസിന് പാരലൽ ആവുന്നു. ഓക്കെ, ഇനി ആബ്സലൂട്ട് മാക്സിമം മിനിമം ഉണ്ടെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യുക എപ്പോഴും ഒന്നില്ലെങ്കിൽ എൻഡ് പോയിന്റിലോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റിലായിരിക്കും. ഇത് ലോക്കൽ മാക്സിമത്തിനും ലോക്കൽ മിനിമത്തിനും കൂടിയുള്ള കണ്ടീഷനാണ്. എഫ് ഓഫ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് എക്സ് എലമെൻറ്റ് ഓഫ് -1 അതിൽ എക്സ് ഈക്വൽ ടു 1 എടുക്കുമ്പോഴും -1 എടുക്കുമ്പോഴും വില 1 ആയിരിക്കും. 0 അതിൽ 0 ആയിരിക്കും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ വില 0യും ഏറ്റവും കൂടിയ വില 1ഉമാണ്. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു 0 ഈസ് എ ക്രിട്ടിക്കൽ പോയിൻ്റ് ആണ്. അതിൻ്റെ മാക്സിമം മിനിമം ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് അബ്സലൂട്ട് മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നത് 1ലും -1ലും, മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നത് 0 എന്ന ക്രിട്ടിക്കൽ പോയിൻറ്റുമാണ്. അടുത്ത എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 8x - x⁴ എന്നുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ അതിനകത്ത് എഫ് ഓഫ് എക്സ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 8 - 4x³ ആണ്. അതിനകത്തൊരു ചെറിയ എററുണ്ട്, നിങ്ങളുടെ നോട്ടിൽ അത് കറക്റ്റ് ചെയ്തതെന്നാണ്. 8 - 4x³ ഈക്വൽ ടു 0. ദോർഫോർ നമുക്ക് 4x³ ഈക്വൽ ടു 8 ആയിരിക്കും. അപ്പോൾ x³ ഈക്വൽ ടു കിട്ടുക 2 ആയിരിക്കും. ദെൻ ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 2⁻1/3. കാരണം x³ ഈക്വൽ ടു 2 ആണെങ്കിൽ നമുക്ക് കിട്ടുക എക്സ് ഇസ് ഈക്വൽ ടു 2⁻1/3. ദോർഫോർ 2⁻1/3 ഈസ് ദ ക്രിട്ടിക്കൽ പോയിൻറ്റ്. ആൻഡ് എൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ -2ഉം 1ഉമാണ്. അപ്പോൾ പോസിബിലിറ്റി ഈ ഫംഗ്ഷൻ്റെ മാക്സിമം മിനിമം ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഐദർ ക്രിട്ടിക്കൽ പോയിൻറ്റിലോ എൻ പോയിൻറ്റിലോ ആയിരിക്കും. അപ്പോൾ നമ്മൾ 3 വിലകൾ നോക്കുന്നു. എഫ് ഓഫ് 2⁻1/3 ആണ് കാണേണ്ടത്. എഫ് ഓഫ് 2 ഇവിടെ ആക്ച്വലി ഇല്ല, അതൊരു എററാണ്. എഫ് ഓഫ് 2⁻1/3യുടെ വില 7.759 മറ്റോ ആണ്. നമ്മൾ ക്ലാസ്സിൽ അത് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുപോലെ എഫ് ഓഫ് -2ൻ്റെ വില -32 ആണ്. എഫ് ഓഫ് 1ൻ്റെ വില 7ഉമാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും കൂടിയ വില കിട്ടുന്നത് നമുക്ക് എഫ് ഓഫ് 2⁻1/3യിലാണ്. ഏറ്റവും കുറഞ്ഞ വില കിട്ടുന്നത് എഫ് ഓഫ് -2ലാണ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് 2 ഈക്വൽ ടു 0 എന്നുള്ളത് എററാണ്, തെറ്റാണ്. അതല്ല, ആക്ച്വലി എഫ് ഓഫ് 2⁻1/3 ഈക്വൽ ടു 7.759 ഓർ സംതിങ്. ദോർഫോർ ഈ ഫംഗ്ഷൻ്റെ ആബ്സലൂട്ട് മാക്സിമം കിട്ടുന്ന വില എന്ന് പറയുന്നത് എഫ് ഓഫ് 2⁻1/3യിലും ആബ്സലൂട്ട് മിനിമം കിട്ടുന്നത് എഫ് ഓഫ് -2ലുമായിരിക്കും. പ്രത്യേകം ഓർക്കുക. ഇതുപോലുള്ള പ്രോബ്ലംസാണ് താഴെ കാണുന്നതല്ല.